വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു സൂര്യ സിനിമ കാണാനിടയായി. കങ്കുവ കങ്കുവ ഇത് എന്തുവാ? ശിവയുടെ ഒരു സിനിമ കങ്കുവ റിലീസായി, കാണാൻ പോയി. വളരെ പ്രതീക്ഷയോടുകൂടി പോയതാണ്. കുറേ തിയേറ്റർ ട്രെയിലറും കാര്യങ്ങളും എല്ലാം കണ്ട് കുറേ സംഭവങ്ങളുണ്ട്. 3D പടം, നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി പോയി കണ്ട സിനിമയാണ്. ഏത് വഴിക്ക് പോയെന്നറിയത്തില്ല. സിനിമ ഒരുമാതിരി കാട്ടുപടമാക്കി കളഞ്ഞു. ഒരുമാതിരി നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് പോയി കാണാൻ പോയ സിനിമയാണ്. പക്ഷേ ഇത്രയും ഇതാക്കി കളയുമെന്ന് വിചാരിച്ചില്ല. ശിവ ഇതുപോലെ കുറേ കാശ് ഏതോ വഴിക്ക് പൊട്ടിച്ച് കളഞ്ഞ ഒരവസ്ഥയായിപ്പോയി. കാരണം ഇത്രയും നല്ല രീതിയിൽ ചെയ്യാമായിരുന്ന ഒരു സിനിമ, അത് ഒരു പാസ്റ്റ് പിന്നീട് ഒരു പ്രസൻറ്റ്, ഒരു രീതിക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിൽ സിനിമയാക്കിയിട്ട് ഫാൻസിനെ പോലും വെറുപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്തു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. എന്തുവാണോ ഇത്? അതായത് പാസ്റ്റും പ്രസൻറ്റും പിന്നെ കുറേ കാര്യങ്ങളും എല്ലാം ആയിട്ട് സെറ്റ് ചെയ്തിട്ടൊരു സിനിമ നമുക്ക് ഈ ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. തമിഴ് 3D വെർഷനാണ് കണ്ടത്. ഭയങ്കര എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ മ്യൂസിക് വെച്ച് ഈ സിനിമ എങ്ങനെയൊക്കെയോ പിടിച്ചു വെക്കാൻ നോക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെ പിടിച്ചു നിർത്താൻ നോക്കിയിട്ടുണ്ട്. എല്ലാം കയ്യിൽ നിന്ന് പോയൊരവസ്ഥ. ഇത് ഒരുമാതിരി ആദിപുരുഷൻ എന്ന് പറയുന്ന സിനിമയുടെ അപ്പുറത്തെ ഒരു കാട്ടുപടമാക്കി കളഞ്ഞു. ഭയങ്കര സൂര്യയുടെ വക മറ്റേ സിംഗത്തിലെ പോലെ ഓങ്കിടിച്ച ഒണ്ടിട്ടണ്ടടാ എന്ന് പറഞ്ഞാൽ കുറേ എന്നുള്ള അലർച്ചയും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഒരു പടം സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്തിനു വേണ്ടി തിളച്ച ഒരു സാമ്പാർ ചുമ്മാ അവിടെ കിടന്ന് അലർന്നു കീറുന്നു. എന്തൊക്കെയാണോ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു സൂര്യ സിനിമ കാണാൻ വേണ്ടി പോയത്. കാരണം നമ്മൾ ആ സൂര്യ നടുപ്പിന്നായി അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സിനിമകൾ വിജയിക്കാറുണ്ട്, പരാജയപ്പെടാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഇത് ഒരുമാതിരി വെച്ചതൊരുമാതിരി ട്രെയിൻ കൊണ്ട് തല വെച്ചൊരവസ്ഥയായിപ്പോയി. അതുപോലത്തെ ഒരു സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അതിനകത്ത് സെക്കൻഡ് പാർട്ട്, ഇപ്പോഴത്തെ ഒരു സ്ഥിരം ട്രെൻഡ് എന്നുള്ള രീതിയിൽ സിനിമ അവസാനിക്കുമ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് ഇനി ശിവയും സൂര്യയൊക്കെ ഒന്നുകൂടെ വീണ്ടും ചിന്തിക്കുമായിരിക്കും. മിക്കവാറും ഇപ്പം തന്നെ സെക്കൻഡ് പാർട്ട് എന്നുള്ള ഇനിയും വയ്യ കാശികളായ വയ്യ എന്നുള്ളൊരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അത്രയ്ക്ക് ദുരന്തമായിരുന്നു.